ചിത്രപ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് കഴിഞ്ഞ 6-ാം തീയതി മുതൽ കാണാതായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഇന്നലെ ഉച്ചയ്ക്ക് ഓടുകൂടിയാണ് ഈ ബോഡി കണ്ടെത്തിയത്. നല്ല പഴക്കമുണ്ട് ബോഡിക്ക്. അപ്പോൾ ഈ തലയ്ക്ക് കല്ലിന് കൊണ്ട് ഇടിച്ചതുപോലെയാണ് ആ ബോഡി കമിഴ്ന്നാണ് കിടന്നിരിക്കുന്നത്. അപ്പോൾ ചീച്ചിൽ ഒരു കാലപ്പഴക്കമുണ്ട് അതിന്. മാത്രവുമല്ല CCTV ഫുട്ടേജിൽ 7-ാം തീയതി മണപ്പാട്ട് ചിറയുടെ ഭാഗത്ത് പള്ളി വെച്ചിരിക്കുന്ന CCTVയിലാണ് ഇവർ രാത്രി 1:53 2 ബൈക്കുകളിലായിട്ട് 2 ആൺപിള്ളേരും 2 പെൺകുട്ടികളാണ്. അതിൽ ഈ പെൺകുട്ടിയാണെന്നാണ് പ്രാഥമിക നിഗമനം പോലീസിൻ്റെ കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അലെന്ന് പറയുന്ന ഒരു ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു, എന്നിട്ട് വിട്ടയച്ചായിരുന്നു ആദ്യം ചോദ്യം ചെയ്യലിന് ശേഷം. പിന്നീട് വീണ്ടും ഈ പയ്യനെ കസ്റ്റഡി എടുത്തിരിക്കുകയാണ്. ഈ പയ്യനാണ് കൊലപാതകി എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി എന്നും പറയപ്പെടുന്നു. കൂടാതെ ഈ പയ്യനൊരു ബൈക്ക് മേടിച്ചു കൊടുത്തതായിട്ടും ഈ പെൺകൊച്ച് ബൈക്ക് മൊബൈൽ ഫോണൊക്കെ മേടിച്ചു കൊടുത്തതായിട്ടും ഒരു റിപ്പോർട്ട് പൊതുസമൂഹത്തിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിലാണ്. മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിൽ മുണ്ടങ്ങമറ്റം സ്വദേശിയാണ് ഈ പെൺകൊച്ച്. കൊറ്റമൻ സ്വദേശിയാണ് അലൻ എന്ന് പറയുന്ന ഡ്രൈവറാണ് കൊലപാതകം ചെയ്തതെന്ന് പറയപ്പെടുന്നത്. 2 ആഴ്ച മുമ്പാണ് ഈ പെൺകൊച്ച് ബാംഗ്ലൂരിൽ നിന്നും ഇങ്ങോട്ട് എത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാണാനില്ല. കഴിഞ്ഞ ആഴ്ചകളിൽ ആൺ സുഹൃത്തുക്കളുമായിട്ട് മണപ്പാട്ട് ചിറയിൽ ബജിക്കടകളിലൊക്കെ വന്നു പോയിട്ട് പലർക്കും അറിയാവുന്നതാണ്. പിന്നീടാണ് ഇത് കാണാതായത്. കഴിഞ്ഞ ആഴ്ചയിൽ കാണാനില്ല. മുണ്ടങ്ങാമറ്റത്തെ ദേശവിളക്ക് മഹോത്സവത്തിനാണ് ആദ്യം അവസാനമായിട്ട് കണ്ടതെന്നാണ് പറഞ്ഞത്. പിന്നീട് ഈ പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല. കാലങ്ങളായിട്ട് മണപ്പാട്ട് ചിറയും പരിസരങ്ങളും അടക്കമുള്ള കഞ്ചാവ് പിള്ളേരുടെ ബഹളങ്ങളാണ്. നിരവധി കേസുകളൊക്കെ കാലത്തിന് ശേഷം തന്നെ എടുത്തിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ പുറമേ നിന്ന് ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട്. ഇവർ ഈ ലൈറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നശിപ്പിച്ചതിന് ശേഷം ഇരുട്ടത്തും ഈ കാട് പ്രദേശങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ ഈ ബോഡി കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാളൊഴിഞ്ഞ പ്രദേശമാണ്. ആരും രാത്രി കാലങ്ങളിലൊക്കെ കഞ്ചാവ് പിള്ളേരുടെ മേനെ നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ആരും തന്നെ അവിടേക്ക് അധികം പോവാറില്ല. അലനെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം പെൺകുട്ടി ബാംഗ്ലൂരിലെ മറ്റൊരു പുരുഷനുമായിട്ട് അടുപ്പത്തിലാണെന്ന് മൊബൈലിലൂടെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്.